നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഹർ ഹർ മഹാദേവ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രാവൽ തുമ്പി ചാനൽ. നമ്മുടെ കുംഭമേള ട്രിപ്പിന്റെ അവസാന എപ്പിസോഡിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. കഴിഞ്ഞ ദിവസം ത്രിവേണി സംഗമത്തിലെ കാഴ്ചകളൊക്കെ ആയിരുന്നല്ലോ. ഇന്ന് നമ്മൾ പോകുന്നത് ഗംഗാതീരത്തേക്കാണ്. അഘോരി സന്യാസിമാരെ കാണുന്നതിനും അഖാഡകളിലെ ശ്രേഷ്ഠന്മാരെ കാണുന്നതിനൊക്കെ വേണ്ടി നമ്മൾ കുംഭമേളയുടെ യഥാർത്ഥ കാഴ്ചകളിലേക്ക് പോകുന്നു. രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഒരു നല്ലൊരു ഹോട്ടലാണ് ഇവിടെ. പക്ഷേ കുറേ യുവാക്കൾ പലതരം ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നു. അവരും ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ പല പല ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നാൽ നമ്മൾക്കൊരു ഹോട്ടലിൽ കയറി കഴിക്കേണ്ട കാര്യമില്ല. കാരണം ഇതേപോലുള്ള പ്രസാദമായി കൊടുക്കുന്ന രീതിയിൽ ഇവിടെ പല പല ഭക്ഷണങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കത് കഴിച്ചാൽ മതി. ആ പയ്യന്മാരൊക്കെ ആയിട്ട് എങ്ങനെ സംസാരിച്ചിരുന്നു കുറച്ചു നേരം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി നേരെ ഗംഗാതീരത്തേക്ക്. കുറച്ച് നടക്കാനുണ്ട്. ഇന്നത്തെ ഡ്രസ് കോഡ് പ്രത്യേകതയുണ്ട്. ഞങ്ങൾ 5 പേരും ഒരേ സ്റ്റൈലിലാണ്. വാരണാസിയിൽ നിന്ന് വാങ്ങിച്ച കുർത്തിയും ധാറുമാണ് വേഷം, അതും കാവി കളറിൽ. അത് അണിഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രീധരേട്ടനും സനലേട്ടനൊക്കെ ഞങ്ങളുടെ ആവേശമായി ജയ് ശ്രീറാം, ഓം നമഃ ശിവായ എന്നൊക്കെ ചൊല്ലി അങ്ങനെ നടക്കുകയാണ് അവര്. അങ്ങനെ ഞങ്ങൾ ഗംഗയുടെ തീരം ലക്ഷ്യമാക്കി നടക്കുകയാണ്. പോകുന്ന വഴിയൊക്കെ ഈ പ്രസാദം ഭക്ഷണമായി കൊടുക്കുന്ന നിരവധി ആളുകളെ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും നടക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ കുംഭമേളയുടെ ഐതിഹ്യം അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യത്തെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞാലോ. ഇതിന്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും അമൃത് ലഭിക്കാനായി പാലാഴി കടഞ്ഞു. അങ്ങനെ ലക്ഷ്മി ദേവി, ഐരാവതം, അപ്സരസ്, കൽപ്പവൃക്ഷം, കാമധേനു, പശു തുടങ്ങിയ പല അമൂല്യ വസ്തുക്കളും ലഭിച്ചു. അവസാനം കിട്ടിയത് അമൃത് നിറച്ച പാത്രവുമായി ധന്വന്തരി പ്രത്യക്ഷപ്പെട്ടതാണ്. അങ്ങനെ അമൃതകലശം പുറത്തു വന്നയുടൻ അത് ലഭിക്കാൻ വേണ്ടി ദേവന്മാരും അസുരന്മാരും കൂടി ഭയങ്കരമായ യുദ്ധമായി. ആ യുദ്ധം 12 ദിവസമാണ് നീണ്ടു നിന്നത്. അങ്ങനെ ഈ യുദ്ധത്തിനിടെ ഭൂമിയിലെ 4 സ്ഥലങ്ങളിൽ, അതായത് ഇപ്പോൾ ഈ കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജ് ഉൾപ്പെടെ ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക് എന്നീ സ്ഥലങ്ങളിൽ ഈ കലശത്തിൽ നിന്നും ഏതാനും തുള്ളികൾ വീണു. അപ്പോൾ ഇനി അമൃത് വീണ സ്ഥലങ്ങൾ വളരെ പുണ്യമായിട്ട് കണക്കാക്കുന്നു. അതുപോലെ ഈ അമൃത് വീണത് പ്രധാനപ്പെട്ട നദികളിലാണല്ലോ. അപ്പോൾ ആ നദികളിൽ വീണ അമൃത് കൊണ്ട് ആ നദി വളരെയധികം പുണ്യമായി മാറി എന്നാണ് ഒരു വിശ്വാസം. അതുകൊണ്ടാണ് ഇവിടെ ഒരു പ്രത്യേക സമയത്ത്, ആ ഒരു പ്രത്യേക പ്ലാനറ്ററി പൊസിഷൻ വരുന്ന സമയത്ത് ഇവിടെ കുളിച്ചാൽ നമുക്ക് വളരെ ആയുസ്സും ആരോഗ്യവും എല്ലാം കിട്ടുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ലോകമെമ്പാടുമുള്ള ആളുകൾ ഇവിടെ വന്ന് ഈ കുംഭമേളയിൽ പങ്കെടുക്കുന്നത്. കുംഭമേളയിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും സ്നാനം ചെയ്യുന്നതിനായിട്ട് ഗംഗയുടെയും യമുനയുടെയും തീരങ്ങൾ ഇതുപോലെ നന്നായി സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള വെള്ളമാണ്. അതുപോലെ സേഫ്റ്റി കാര്യങ്ങൾ കണക്കിലെടുത്താണ് ഇത് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അകലെ കാണാം സേഫ്റ്റി ഫെൻസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് നിന്നിട്ടാണ് എല്ലാവരും കുളിക്കുന്നത്. പിന്നെ ഇതൊരു പുണ്യസ്നാനമാണെങ്കിലും ചിലർ ഇതിനെ കാണുന്നത് ഒരു ഉല്ലാസയാത്രയായിട്ടാണ്. പ്രത്യേകിച്ച് കുട്ടികൾ മാത്രമല്ല, ചിലപ്പോൾ മുതിർന്നവരും ആ രീതിയിൽ അതിനെ കാണുന്നുണ്ട്. കാരണം ഈ ഉത്തരേന്ത്യൻ മിക്ക സംസ്ഥാനങ്ങളിലും ബീച്ച് ആക്സസ് കുറവാണല്ലോ. അപ്പോൾ അവർക്ക് ഇങ്ങനെ നല്ല വൃത്തിയുള്ള പുഴയൊക്കെ കാണുമ്പോൾ കുളിക്കാനും അതിൽ ഒന്ന് ഉല്ലസിക്കാനൊക്കെ തോന്നും. സ്വാഭാവികമാണത്. പിന്നൊരു കാര്യം, ഇവിടെ വന്നിട്ട് ഞങ്ങൾക്കൊരു TV ഷോയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, ഞങ്ങൾ 5 പേരും ഒരേ സ്റ്റൈലിലുള്ള ഡ്രസ്സാണ് ധരിച്ചിരുന്നത്. കാവി കളറിലുള്ള കുർത്തിയും അതുപോലെ താറും. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു സന്യാസി വര്യന്മാരുടെ ഒരു ഷോ ആണെന്ന് തോന്നുന്നു. അവിടെയുള്ള കുറേ സന്യാസിമാരുടെ കൂടെ ചേർന്ന് ഞങ്ങളെയും കൂടെ നിർത്തി. എന്നിട്ട് അതിലൊരു നായികയുണ്ട്. ആ നായിക ഇതിനെപ്പറ്റി നരേറ്റ് ചെയ്ത് നടന്നു വരുമ്പോൾ അവരുടെ കൂടെ ഈ സന്യാസിമാരും ഞങ്ങളും കൂടി ഒരുമിച്ച് നടക്കണം. അതാണ് സീൻ. അപ്പോൾ ഞങ്ങൾ തകർത്തഭിനയിച്ചു. അങ്ങനെ ഇവിടെ വന്നിട്ട് ഒരു ഷോയിലും അഭിനയിക്കാനുള്ള അവസരമുണ്ടായി. യമുനയുടെ തീരത്ത് നിന്ന് ഈ കാണുന്ന ടെമ്പററി ബ്രിഡ്ജിലൂടെ നടന്ന് നമ്മളിനി ഗംഗയുടെ തീരത്തേക്ക് പോവുകയാണ്. കുംഭമേളയുടെ പ്രധാന കാഴ്ചകൾ കാണുവാനായി കുറേ ദൂരം ബൈക്കിലൊക്കെയാണ് ഞങ്ങൾ പോയത്. അങ്ങനെ അവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം നേരം ഇരുട്ടി.
അഘോരി സന്യാസിമാരെയും അഖാഡകളിലെ സന്യാസി ശ്രേഷ്ഠന്മാരെയൊക്കെ കാണുന്നതിന് വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ ചെന്ന് കയറിയപ്പോൾ തന്നെ റോഡിന്റെ ഇരുവശവുമായിട്ട് ചെറിയ ചെറിയ ആശ്രമങ്ങൾ, ചെറിയ കുടിലുകൾ, അവിടെയൊക്കെയാണ് ഈ നാഗസന്യാസിമാരൊക്കെ ഇരിക്കുന്നത്. ശരിക്കും ഇവർ നാഗസന്യാസിമാർ തന്നെയാണോ എന്ന സംശയമാണ്. ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ വ്യാജ സന്യാസിമാരുണ്ടാവും. ഒരു സന്യാസി എന്നെ കണ്ടപ്പോൾ ഞാനിങ്ങനെ മൊബൈലിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുകയാണല്ലോ, അപ്പോൾ ഹിന്ദിയിൽ തന്നെ കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞു, മൊബൈൽ വലിച്ചെറിയും എന്നൊക്കെ പറഞ്ഞു. മൊബൈൽ ചീത്താക്കണ്ട, കളയണ്ടെന്ന് വിചാരിച്ച് ഞാൻ വേഗം തന്നെ അവിടെ നിന്ന് സ്കൂട്ടായി. വീണ്ടും കാഴ്ചകളിലേക്ക് കടന്നു. എവിടെ നോക്കിയാലും കാവ്യമയമാണ്. സന്യാസികളായാലും ഈ കുംഭമേളയിൽ പങ്കെടുക്കാൻ വന്നവരായാലും മിക്കവരും കാവ്യ ഡ്രസ്സ് ധരിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ തന്നെ അങ്ങനെയാണല്ലോ. പിന്നെ നിരവധി ആശ്രമങ്ങളും ഗുരുദ്വാരകളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് എല്ലാവരും ചൂട് ചായയാണോ ഇനി ബങ്ങാണോ എന്നറിയില്ല, എന്തൊക്കെയോ ഇങ്ങനെ കുടിക്കുന്നുണ്ട്. നമ്മുടെ റജിയേട്ടൻ അത്യാവശ്യം ഹിന്ദിയൊക്കെ സംസാരിക്കുന്ന ആളായതുകൊണ്ട് അവരായിട്ടൊക്കെ സംസാരിച്ച് അവിടെയുള്ള കാര്യങ്ങളെ പറ്റി അല്ലെങ്കിൽ ഞങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന അഖാഡയെ പറ്റിയൊക്കെ ചോദിക്കുന്നതായിരിക്കാം. എൻ്റെ പ്രധാന ലക്ഷ്യം കുംഭമേള എന്ന ഈ പരിപാടിയുടെ പരമാവധി കാഴ്ചകൾ പകർത്തുക, അതുപോലെ നന്നായി ആസ്വദിച്ച് ഈ കുംഭമേളയുടെ ഒരു ഭാഗമായിട്ട് മാറുക. എൻ്റെ കൂടെയുള്ള 4 പേർ, 4 ചേട്ടന്മാർക്കും കുറച്ച് ഭക്തിയുടെ അസ്കിതയുണ്ട്. അവരെപ്പോഴും നാഗസന്യാസിമാരെയൊക്കെ കാണുമ്പോൾ അവരുടെ കൂടെ ഇരിക്കുന്നു, അവരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നു, അതുപോലെ അവർക്ക് ദക്ഷിണ കൊടുക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് ഭയങ്കര താല്പര്യമാണ്. എൻ്റെ സംശയം അതായിരുന്നില്ല, ഇവർ ശരിക്കും നാഗസന്യാസിമാർ തന്നെയാണോ എന്നാണ്. കാരണം നമ്മൾ കേട്ടിരിക്കുന്നത് ശരിക്കുള്ള നാഗസന്യാസിമാർ അങ്ങനെ പൊതുരംഗത്തേക്ക് വരില്ല, അവരിതുപോലെ പൈസയ്ക്ക് വേണ്ടി ഒന്നും അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരല്ല. അപ്പം ഇതിൽ വ്യാജന്മാരുണ്ടാവാം. അവിടെയുള്ള കൂട്ടാളികളെയൊക്കെ കണ്ടാൽ നമുക്കറിയാൻ പറ്റും, എല്ലാവരും കഞ്ചാവ് കടിച്ചിരിക്കുന്ന ഒരു ടീമിനെ പോലെയാണ് എനിക്ക് തോന്നിയത്. ഇതാ ഇവിടെ ഒരു നാഗസന്യാസിയെ കണ്ടു. ശരീരം മൊത്തം രുദ്രാക്ഷമാലയാണ്. തലയിലും ദേഹത്തും കയ്യിലും കാലിലുമൊക്കെ സർവം രുദ്രാക്ഷമയം. അതുപോലെ ഭക്തർക്ക് അനുഗ്രഹം കൊടുക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ഒരു ദണ്ട്, അതിൻ്റെ അറ്റത്ത് മയിൽപ്പീലി കെട്ടിയിട്ടുണ്ട്. ആ മയിൽപ്പീലി കൊണ്ട് ഇങ്ങനെ അടിച്ചാണ് അനുഗ്രഹിക്കുന്നത്. മേളയുടെ പല ഭാഗത്തും ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ നിർമ്മിച്ച് അവിടെ ആരാധന നടത്തുന്ന ചില വിഭാഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏതെങ്കിലും ഗോത്ര വിഭാഗങ്ങളായിരിക്കാം അത്. അമ്പലമണി കൊട്ടുന്നതിന് പകരം ഒരു ചേങ്ങില പോലെ അതിലാണ് അവർ പൂജ ചെയ്യുമ്പോൾ കൊട്ടുന്നത്. നിരവധി സന്യാസിമാരൊക്കെ പൂജയിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ നിരവധി ആയുധങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ആയുധ പൂജയായിരിക്കാം. എന്തായാലും അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നടന്നു. ഇതാ ഇവിടെ വേറൊരു സന്യാസി, നിരവധി ഭക്തരാണ്ടോ ഈ സന്യാസിയുടെ അനുഗ്രഹം തേടാൻ വന്നിരിക്കുന്നത്. ഈ സന്യാസി ഫേസ്ബുക്കിലൊക്കെ വളരെ ഫേമസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, സന്യാസിയുടെ വലത് കൈ ഉയർന്നിരിക്കുകയാണ്. ഈ സന്യാസി വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ് തപസ് ചെയ്യുന്നത്. തപസ്സിന്റെ ഭാഗമാണത്. അദ്ദേഹത്തിന്റെ വലത് കൈ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. അങ്ങനെ മേള കാഴ്ചകളൊക്കെ കണ്ടു നടക്കുമ്പോൾ ഞങ്ങളൊരു ഭജന്റെ സൗണ്ട് കേട്ടു. ഒരു ആശ്രമത്തിൽ നിന്നാണ് വരുന്നത്. ഇത്തവണ കേൾക്കുന്നത് അത്ര സോഫ്റ്റ് ആയിട്ടുള്ളൊരു സംഗീതമല്ല, ഒരു ആഘോഷപൂർണമായ എന്തോ ഒരു പരിപാടിയോടെ നടക്കുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നി. എന്താണെന്ന് കാണാനായിട്ട് ആകാംക്ഷയായി. ഈ ഭജന കേൾക്കുമ്പോൾ ശ്രീധർ സ്വാമിക്ക് ഭയങ്കര താല്പര്യമാണ്. അദ്ദേഹം സ്പീഡിൽ മുന്നോട്ട് നടന്നു. അവിടെ ചെല്ലുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി പ്രോഗ്രാം പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. കുറെ ആശ്രമവാസികളൊക്കെ ആയിരിക്കാം. അതുപോലെ കാണികളായിട്ടിരിക്കുന്നത് സന്യാസി ശ്രേഷ്ഠന്മാരൊക്കെയാണ്. നിരവധി കാവ്യ വസ്ത്രധാരികളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ശരിക്കും അതൊരു കമ്മ്യൂണിറ്റി പ്രോഗ്രാം തന്നെയായിരുന്നു. കാരണം അതിൻ്റെ കുടുംബാംഗങ്ങളൊക്കെ വന്നിട്ട് പിന്നീട് അവിടെ നൃത്തം ചെയ്യുന്നു, വാദ്യഘോഷങ്ങളൊക്കെ മുഴക്കി. നല്ല രസമായിരുന്നു അത് കണ്ടിരിക്കാനായിട്ട്.
പിന്നെ മിക്കവർക്കും ഒരു സംശയമുണ്ട്, എന്തുകൊണ്ടാണ് ഇത്തവണത്തെ കുംഭമേളയ്ക്ക് ഇത്രയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് ആ കുംഭമേളയുടെ ആ സ്ട്രക്ചർ ഒന്ന് നോക്കാം. 3 തരത്തിലാണ് കുംഭമേളകൾ നടക്കുന്നത്. ഒന്ന് അർദ്ധ കുംഭമേള, പിന്നെ പൂർണ്ണ കുംഭമേള, പിന്നെ ഒന്ന് മഹാകുംഭമേള. ഇപ്പോൾ നടക്കുന്നത് മഹാകുംഭമേളയാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ പ്രത്യേകത. അതെന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ അർദ്ധ കുംഭമേള എന്ന് പറയുന്നത് 6 വർഷം കൂടുമ്പോൾ നടക്കും. ഈ 6 വർഷം കൂടുമ്പോൾ നടക്കുന്നത് ഉജ്ജയിനിലും നാസിക്കിലും ഹരിദ്വാറിലും പ്രയാഗ്രാജിലൊക്കെ ഇങ്ങനെ മാറി മാറി വരും. പക്ഷേ 12 വർഷം കൂടുമ്പോൾ നടക്കുന്നത് 2 സ്ഥലത്തേ നടക്കുള്ളൂ. അത് ഹരിദ്വാറിലും പ്രയാഗ്രാജിലുമാണ്. അങ്ങനെ 12 ചേരുമ്പോൾ, അതായത് 11 കഴിഞ്ഞ് 12ാമത്തെ ചേരുമ്പോൾ അത് മഹാകുംഭമേളയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ആ കണക്ക് നോക്കി അറിയാൻ പറ്റും, 144 വർഷം കഴിയണം. ഒരു മഹാകുംഭമേള കഴിഞ്ഞിട്ട് അടുത്ത മഹാകുംഭമേള എത്താനായിട്ട് 144 വർഷം കഴിയണം. ആ മഹാകുംഭമേള എപ്പോഴും നടക്കുന്നത് പ്രയാഗ്രാജിൽ തന്നെയായിരിക്കും. കാരണം ഈ ത്രിവേണി സംഗമം ഉള്ള സ്ഥലത്തിനാണ് ഏറ്റവും പ്രാധാന്യം. അതുകൊണ്ടാണ് മഹാകുംഭമേള 144 വർഷം കൂടുമ്പോൾ പ്രയാഗ്രാജിൽ നടക്കുന്നത്. ഈ കുംഭമേളയ്ക്കിടയിൽ നിരവധി സാംസ്കാരിക ചടങ്ങുകൾ നടക്കാറുണ്ട്. പേഷ്വ എന്നറിയപ്പെടുന്ന നാഗസന്യാസിമാരുടെ ഘോഷയാത്രയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. അലങ്കരിച്ച ആനപ്പുറത്തോ ഒട്ടകത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ കുതിരകൾ പൂട്ടിയ രഥത്തിലോ ആയിരിക്കും ആ ഘോഷയാത്ര നടക്കുന്നത്. അതുപോലെ നിരവധി ഗോത്ര വിഭാഗങ്ങളുടെ വാളും പരിചയങ്ങളൊക്കെ ഏന്തി, അതായത് പലതരത്തിലുള്ള യുദ്ധ ഉപകരണങ്ങളൊക്കെ ഏന്തിയിട്ടുള്ള ഘോഷയാത്രയും ഇവിടെ നടക്കാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു വരുന്നത്, ഇതൊരു മതപരമായിട്ടുള്ള ഉത്സവമല്ല. ഇന്ത്യയിലെ നാനാ വിഭാഗങ്ങളിലുള്ള മതസ്ഥരും ഈ കുംഭമേളയിൽ പങ്കെടുക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ഉത്സവം കൂടിയാണ് കുംഭമേള. അടുത്ത ദിവസം ഞങ്ങളുടെ കുംഭമേള ട്രിപ്പിന്റെ അവസാന ദിവസമാണെന്ന്. ഈ അവസാന ദിവസം ഞങ്ങൾ വീണ്ടും ഗംഗാതീരത്ത് വന്നിരിക്കുകയാണ്. കാരണം പകൽ സമയത്തെ തിരക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നു. കുംഭമേള നടക്കുമ്പോൾ നിരവധി ആളുകളാണ് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ, റോഡ് നിറയെ ആളുകൾ. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ലോകത്തെ പല കോണുകളിൽ നിന്നാണ് ആളുകൾ എത്തുന്നത്. ഭാരതത്തിലെ വിദൂര ഗ്രാമങ്ങളിൽ നിന്നും ചെറുപട്ടണങ്ങളിൽ നിന്നും അതുപോലെ വലിയ നഗരങ്ങളിൽ നിന്നും കോടിക്കണക്കിന് മനുഷ്യർ, ഹിമാലയത്തിൽ നിന്ന് ഏകാന്ത ജീവിതം നയിക്കുന്ന താപസിമാർ, സന്യാസ സംഘങ്ങൾ, അഖാഡകളുടെ ഘോഷയാത്രകൾ, അതുപോലെ ഈ കുംഭമേളയുടെ രഹസ്യം തേടി വരുന്ന, കാരണം ഇത്ര ആളുകളെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് പലർക്കും അതിശയമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗവേഷണത്തിനായിട്ട് വിദേശത്തുനിന്ന് പോലും നിരവധി ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട്. കുംഭമേളയുടെ നല്ല തിരക്കുള്ള ഒരു സമയം. ഹനുമാൻഘട്ടിലേക്ക് പോകുന്ന റോഡ്, ആ റോഡിലെ തിരക്കാണ്. ഈ ഒരു മേള കൊണ്ട് ഉത്തർപ്രദേശ് സർക്കാരിനുണ്ടാകുന്ന പ്രധാനമായ നേട്ടം എന്തായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? പ്രത്യേകിച്ചും സാമ്പത്തിക നേട്ടം. ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടക സംഗമമാണ് ഈ നടക്കുന്നത്, അല്ലേ? അതായത് ഈ മേളയിൽ പ്രതീക്ഷിക്കുന്നത് 40 കോടി ജനങ്ങളെയാണ്. ശരിക്കും പറഞ്ഞാൽ US-ലെയും റഷ്യയിലെയും ജനസംഖ്യയേക്കാൾ കൂടുതൽ ജനങ്ങൾ ഇവിടെ വരും. 45 ദിവസത്തെ ആഘോഷം, ഏകദേശ ചിലവ് 7000 കോടി രൂപയാണ്. ഈ മഹാകുംഭ് നഗർ, അതായത് ഞങ്ങൾ താമസിച്ച ഏരിയ ഒക്കെ കണ്ടില്ലേ, അതൊരു താൽക്കാലിക നഗരം മാത്രമാണ്. അത് ഒരുക്കിയിരിക്കുന്നത് 10,000 ഏക്കറിലാണ്. അങ്ങനെ ഈ 7000 കോടി മുടക്കിയിട്ട് ഇതിൽ നിന്നുണ്ടാവുന്ന വരുമാനം പ്രതീക്ഷിക്കുന്നത് 2 ലക്ഷം കോടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു 41 ദിവസത്തെ മേള കഴിയുമ്പോഴേക്കും സർക്കാരിനുണ്ടാവുന്ന വരുമാനം. ഇവിടെ ഒരു ഹനുമാൻ സ്വാമി ക്ഷേത്രമുണ്ട്. അത് ലക്ഷ്യമാക്കിയാണ് ഞങ്ങൾ ഈ നടക്കുന്നത്. മനുഷ്യരാശിയുടെ വിവരിക്കാനാവാത്ത പൈതൃകം എന്നാണ് യുനെസ്കോ കുംഭമേളയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം, ഏറ്റവും ചരിത്രമുള്ള മതാഘോഷം, വിപുലമായ ഒരുക്കങ്ങൾ, ദാർശനിക മാനം തുടങ്ങിയവയാണ് കുംഭമേളയുടെ പ്രത്യേകതകൾ. 6 വർഷം കൂടുമ്പോൾ അർദ്ധ കുംഭമേള, 12 വർഷത്തിലൊരിക്കൽ പൂർണ്ണ കുംഭമേള, 144 വർഷമാകുമ്പോൾ ഇപ്പോൾ നടക്കുന്ന മഹാകുംഭമേള.
പ്രയാഗ്രാജിൽ ഗംഗ, യമുന, അതുപോലെ അദൃശ്യ നദിയായ സരസ്വതി എന്നിവയുടെ സംഗമസ്ഥാനത്തും ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ ഗംഗയുടെ തീരത്തും മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഗോദാവരിയുടെ തീരത്തും മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ ക്ഷിപ്രയുടെ തീരത്തും 3 വർഷം കൂടുമ്പോഴാണ് കുംഭമേള നടക്കുന്നത്. ഈ മേള കൊണ്ട് സർക്കാരിനുണ്ടാവുന്ന വരുമാനം 2 ലക്ഷം കോടി രൂപയാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ശരിക്കും മഹാകുംഭമേളയ്ക്ക് വേണ്ടി ഒരു ജില്ല തന്നെ സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട്. ഏകദേശം 4000 ഹെക്ടർ സ്ഥലത്താണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പാർക്കിംഗ് ഏരിയ മാത്രം വരും 2000 ഹെക്ടർ. ഒന്ന് ആലോചിച്ച് നോക്കി, 40 കോടി ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആ 40 കോടി ജനങ്ങൾ ഓരോരുത്തർ 5000 രൂപ വെച്ച് ചെലവാക്കിയാൽ തന്നെ 2 ലക്ഷം കോടി രൂപയാവും. കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സിന്റെ കണക്ക് പ്രകാരം ഈ പാക്കേജ് ഭക്ഷണം, വെള്ളം, ബിസ്ക്കറ്റ്, ജ്യൂസ്, മീൽസ് ഇതൊക്കെ അടങ്ങുന്ന വിഭാഗം തന്നെ ഏകദേശം 20,000 കോടി വരുമാനം ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ എണ്ണ, വിളക്കുകൾ, ഗംഗാജലം, വിഗ്രഹങ്ങൾ, ചന്ദനത്തിരി, മതഗ്രന്ഥങ്ങൾ, പൂജാദ്രവ്യങ്ങൾ, അങ്ങനെ അതെല്ലാം ചേർത്ത് വേറൊരു 10,000 കോടി രൂപയുടെ വരുമാനം പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊക്കെ പോട്ടെ, പ്രാദേശിക അന്തർ സംസ്ഥാന യാത്രകൾ, ടാക്സിക്കാർക്ക്, ചരക്ക് ഗതാഗതം ഇതെല്ലാം ഉൾപ്പെടുന്ന യാത്രാ വിഭാഗത്തിനും കിട്ടും 10,000 കോടി വരുമാനം. അങ്ങനെ വരുമാനത്തിന്റെ നിരവധി സ്രോതസ്സുകളാണ് കുംഭമേളയിൽ നിന്ന് വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് 2 ലക്ഷം കോടി കവിയുമെന്ന് കണക്കുകൾ പറയുന്നത്. ഹനുമാൻ സ്വാമി ക്ഷേത്രം എത്തുന്നതിന് മുമ്പുള്ള ഒരു പ്രവേശന കവാടമാണ് ഈ കാണുന്നത്. ഇതറിയപ്പെടുന്നത് നന്ദി ദ്വാർ എന്നാണ്. ഇതുപോലെ പല സ്ഥലങ്ങളിലും ഓരോ പ്രവേശന കവാടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് കമൽ ദ്വാർ എന്നുള്ളൊരു കവാടമുണ്ടായിരുന്നു. അതുപോലെ കൈലാസ് ദ്വാർ, ലക്ഷ്മി ദ്വാർ, അങ്ങനെ പല പേരുകളിലാണ് ഇവിടെ ഇങ്ങനെ കവാടങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ വരുന്നവരെയും പോകുന്നവരെയും കണ്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. റോഡുകളുടെ വശങ്ങളിൽ നിരവധി കച്ചവടക്കാരെയൊക്കെ കാണാം. ഗോരഖ്പൂർ മാലകൾ വിൽക്കുന്ന ഒരു കച്ചവടക്കാരനെ ഞങ്ങൾ കണ്ടു. ഇതുവരെ കാണാത്ത സ്റ്റൈലിലുള്ള ആഭരണങ്ങളൊക്കെ അവിടെയുണ്ട്. എന്തായാലും ഈ ഒരു മേള വളരെ അനുഭവം നിറഞ്ഞതായിരുന്നു. പുണ്യമായൊരു യാത്ര, അതിലുപരി ഭാരത സംസ്കാരത്തെ അറിയാനുള്ള ഒരു യാത്ര. സുഹൃത്തുക്കളെ, ഞങ്ങളുടെ 5 ദിവസത്തെ കുംഭമേള കാഴ്ചകൾ ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഞങ്ങൾ നേരെ പ്രയാഗ്രാജ് റെയിൽവേ സ്റ്റേഷനിലേക്ക്. കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഒരു പ്രത്യേക പോയിന്റിൽ നിന്നാണ് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ടാക്സിയോ അല്ലെങ്കിൽ ഓട്ടോ കിട്ടുകയുള്ളൂ. അപ്പോൾ എന്തായാലും അവിടേക്ക് നടന്നേ പറ്റൂ. ഇപ്പോൾ നടക്കുന്ന റോഡ് കണ്ടില്ലേ, അധികം വാഹനങ്ങളൊന്നുമില്ല. ഇത്തവണ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്ന പോലെയല്ല, സെക്കൻഡ് ക്ലാസ് ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത്. സ്റ്റേഷനിൽ ചെന്നിട്ട് അത് സ്ലീപ്പർ ടിക്കറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് കിട്ടുമോ എന്ന് നോക്കണം. കുംഭമേളയുടെ മധുരകരമായ ഓർമ്മകൾ പേറി ഞങ്ങളങ്ങനെ ഇതാ പ്രയാഗ്രാജിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. അങ്ങനെ കൃത്യസമയത്ത് തന്നെ ട്രെയിനിൽ കയറി ഞങ്ങൾ. ഇത്തവണ ടിക്കറ്റ് എടുത്തിട്ടുണ്ടല്ലോ, സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് ആണെങ്കിലും ഞങ്ങൾക്കത് സ്ലീപ്പറിലേക്ക് ഞങ്ങൾക്ക് മാറ്റം കിട്ടി. അങ്ങനെ സ്ലീപ്പറിലിരുന്ന് നന്നായിട്ട് എൻജോയ് ചെയ്ത് യാത്ര ചെയ്യാണ്. ഉത്തർപ്രദേശിലെ ഗ്രാമങ്ങളിലൂടെയൊക്കെ ട്രെയിൻ അങ്ങനെ പോകുന്നു, പാടങ്ങളൊക്കെ കണ്ട്. അപ്പോഴേക്കും നേരെ ഇരുട്ടി തുടങ്ങി. ഇനി അധികം പുറത്തെ കാഴ്ചകളൊന്നും അധികം ചിത്രീകരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു 2 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും വാരണാസിയിൽ എത്തിയിരിക്കുകയാണ്. ഇതാ വാരണാസി സ്റ്റേഷൻ്റെ രാത്രി കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ പകൽ സമയത്താണ് കണ്ടത്. രാത്രി കൂടുതൽ മനോഹരമായിരിക്കുന്നു വാരണാസി റെയിൽവേ സ്റ്റേഷൻ. ശരിക്കും ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണോ എന്ന് നമുക്ക് സംശയം വരും. എയർപോർട്ടിനോട് ചേർന്നുള്ള ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ ഇന്ന് രാത്രി താമസിക്കുന്നത്. നല്ലൊരു ഹോട്ടലായിരുന്നു, നല്ല സൗകര്യമുള്ളൊരു ഹോട്ടൽ തന്നെ. നേരം വെളുത്തു. ഞാനും സൺലേട്ടനും എയർപോർട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഞങ്ങൾ 2 പേരും കൊച്ചിയിലേക്ക്. രജിയേട്ടനും രാജീവേട്ടനും ഉച്ച കഴിഞ്ഞിട്ടാണ് അവരുടെ ഫ്ലൈറ്റ് ഷാർജയിലേക്ക്. അപ്പോൾ അവർ ഹോട്ടലിൽ തന്നെ ഇപ്പോൾ ഉണ്ട്. എയർപോർട്ടിലാണ്, ഇവിടുന്ന് കണക്ഷൻ ഫ്ലൈറ്റാണ് കൊച്ചിയിലേക്ക്. ബാംഗ്ലൂരിലെ കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലോഞ്ചിലിരിക്കുകയാണ് ഞാൻ. നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കണക്ഷൻ ഫ്ലൈറ്റാണ്. 3 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. കൊച്ചിയിലേക്ക് വൈകിട്ട് 7:30ക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ എന്തായാലും സമയം കളയാൻ നല്ലത് എയർപോർട്ട് ലോഞ്ചിലിരിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഞാൻ മുകളിലിരുന്നിട്ട് താഴെയുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
വളരെ നല്ലൊരു എയർപോർട്ടാണ് ബാംഗ്ലൂർ ഈ കെമ്പഗോഡ എയർപോർട്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എയർപോർട്ടുകളായ ഡൽഹി, മുംബൈ കഴിഞ്ഞാൽ മൂന്നാമത്തെ തിരക്കേറിയ എയർപോർട്ടാണ് ബാംഗ്ലൂരിലെ കെമ്പഗോഡ എയർപോർട്ട്. നിരവധി സർവീസുകൾ ഇവിടെ നിന്നുണ്ട്. അതുപോലെ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ഒക്കെ നോൺ സ്റ്റോപ്പ് സർവീസുകൾ ഇവിടെ നിന്നുണ്ട്. മികച്ച രീതിയിലുള്ള ഇന്റീരിയർ ഡിസൈനിങ്ങും നമുക്ക് ഈ എയർപോർട്ടിൽ കാണാം. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ലോഞ്ചിലിരുന്ന് ആസ്വദിച്ച് ഞാൻ കൊച്ചിയിലേക്ക് പറക്കാൻ തയ്യാറാവുകയാണ്. അതോടെ നമ്മുടെ കുംഭമേള എപ്പിസോഡ് ഇവിടെ തീരുന്നു. അടുത്ത രാജ്യത്തെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ വേറൊരു സംസ്ഥാനത്തെ കാഴ്ചകളുമായിട്ട് വീണ്ടും വരാം. ഗുഡ് ബൈ.